ചീഫ് സെക്രട്ടറി എ ജയതിലകനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇടപെട്ടു എന്നാണ് പരാതി. പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കലാണ് പരാതി നൽകിയത്. പരാതിയുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിശദാംശങ്ങളുമായി MS വീണ ചിരികാട്. വീണ, ഈ പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? KP ചീഫ് സെക്രട്ടറിക്കെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒന്ന്, കിഫ്ബിയുടെ CEO ആയിരുന്ന കെ എം എബ്രഹാമിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ എ ജയതിലക ആ പദവി ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തി. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം. അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത്. 2015 ധനവകുപ്പിലെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എബ്രഹാം കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയിരുന്നു. അതിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കലാണ് അന്നത്തെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത്. ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു ചില വിശദാംശങ്ങളും മറ്റു ചില കണ്ടെത്തലുകളും ഒക്കെയാണ് ഈ പരാതിയിലും ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ വേണം. ഒപ്പം ചീഫ് സെക്രട്ടറിക്കെതിരെ കടുത്ത നടപടി എടുത്തുകൊണ്ടൊരു അന്വേഷണം നടത്തണമെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ചീഫ് സെക്രട്ടറി എ ജയതിലകിനെ വിരമിക്കുന്നതിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കൂടി ഉയർന്നു വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ മുഖ്യമന്ത്രി ഈ പദവിയുമായി, അതായത് പിണറായി വിജയൻ രാജിവെച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ഒരു CEO ആയിരുന്ന കിഫ്ബി CEO കെ എം എബ്രഹാമും രാജിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കെ എം എബ്രഹാമിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറി വഴിവിട്ട ഇടപെടലുകൾ നടത്തി അധികാരം ദുരുപയോഗം ചെയ്തു എന്നുള്ളൊരു പരാതി കൂടി വന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF സർക്കാർ എന്തായിരിക്കും ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കാരണം ഈ പിണറായി സർക്കാരിൻ്റെ ചില ചെയ്തികൾക്കെതിരെ ശക്തമായിട്ടുള്ളൊരു നിലപാട് തുടക്കത്തിൽ തന്നെ UDF സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഗൺമാന്മാരുടെ നവകേരള സദസ്സ് യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ സമരക്കാരെ അടിച്ചമർത്തിയ ഒരു നിലപാടിൽ ഗൺമാന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ കൂടുതൽ ഗൗരവത്തോടു കൂടിയായിരിക്കും UDF സർക്കാർ കാണുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് അത്തരത്തിലാണെങ്കിൽ ആ ഒരു സമീപനം തുടരുകയാണെങ്കിൽ ചീഫ് സെക്രട്ടറിക്കെതിരെയും നടപടി ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. KP MS വീണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.